നിലവിൽ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ആനയെ ആ ക്ഷേത്ര നാലമ്പലത്തിൻ്റെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അത് ഏകദേശം നേരത്തെ ഒരു ശാന്തനായി കാണപ്പെട്ട സമയത്താണ് വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ പാപ്പാന്മാർ അടുത്ത് വന്നപ്പോൾ അത് പ്രകോപിതനാകുകയും അതിങ്ങോട്ട് നീങ്ങുകയും ഒക്കെ ചെയ്തത്. നിലവിൽ ആ പ്രദേശത്ത് ഉള്ള ആ ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് പുറത്ത് അവിടെ നിൽക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. തൊട്ടടുത്ത് ആ മതിലുൾപ്പെടെ അതിനോട് ചേർന്ന് അതിൻ്റെ കാലുകൾ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിൻ്റെ കാലുകളിൽ ആ കുടുക്കിട്ടിരിക്കുന്നു. ആ കാലുകളിൽ കുടുക്കിട്ട് ക്ഷേത്രത്തിൻ്റെ ആലിനോട് ചേർന്ന് അതിനെ ആ കാലിൽ ആ കുടുക്കിട്ടത് ബന്ധിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ആ കുടുക്ക് തന്നെ ആന തുമ്പിക്കൈ ഉയർത്തി തുമ്പിക്കൈയിൽ എടുത്തുകൊണ്ട് മാറുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായി സാധിക്കുന്നത്. അതിൻ്റെ ഒരു കാലിൽ കുടുക്കിടാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഏതായാലും പക്ഷേ ആ കുടുക്ക് തന്നെയാണ് ഇപ്പോൾ ആന എടുത്ത് തുമ്പിക്കൈയിൽ തൂക്കി നിൽക്കുന്നത്. അതിൻ്റെ ചുറ്റുവട്ടം ഇപ്പോഴും ആനയുടെ പാപ്പാന്മാരും എലഫൻറ്റ് സ്ക്വാഡും ഉൾപ്പെടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആന കൂടുതൽ ശാന്തനായി കാണുന്നുണ്ട്. അതിനെ അവിടെ നിന്ന് തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു കാലിൽ ആ കുടുക്കിട്ടിരുന്നു. ആ കുടുക്ക് ഏതായാലും ആ കാലിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ആ ആലിൽ ക്ഷേത്രത്തിൻ്റെ ആലിനോട് ചേർന്നാണ് അത് കെട്ടിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ആന അത് പൊട്ടിച്ചുകൊണ്ട് നേരത്തെയൊക്കെ ഈ കുടുക്കിട്ടപ്പോൾ അത് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോകുന്ന മഹാദേവൻ എന്ന ആനയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ അത് ഏകദേശം ഒരു ശാന്തനാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ അത് കാണിക്കുന്നു. ഇത് പൊട്ടിച്ചുകൊണ്ട് പോകുന്നില്ല, മറിച്ച് അത് മുന്നോട്ട് പോയപ്പോഴും തിരിച്ചു വന്ന് അവിടെ തന്നെ ശാന്തനായി നിൽക്കുകയാണ്. ഏകദേശം ആ ആനയെ ഒരുപക്ഷെ വളരെ ശുഭകരമായ രീതിയിൽ ആനയെ തളയ്ക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. കാരണം അവിടെ ഇപ്പോൾ ആന വളരെ ശാന്തനായി നിൽക്കുന്നു. നേരത്തെ ഇതുപോലെ കുടുക്കിട്ട് ആന മുന്നോട്ട് വരുമ്പോൾ വിവരങ്ങൾ അനുസരിച്ച് താരതമ്യേന ഇപ്പോൾ ആനയ്ക്ക് ഒരു ശാന്തത വന്നിട്ടുണ്ട്. ഊട്ടോളി മഹാദേവനെ തളയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 1.5 മണിക്കൂറിലേറെയായി പാപ്പാന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാപ്പാനെ കാണുമ്പോഴാണ് ആന കൂടുതൽ ദേഷ്യത്തോടു കൂടി പെരുമാറുന്നത് എന്നാണ് ശ്യാം നേരത്തെ നൽകിയ റിപ്പോർട്ട്. ആനയ്ക്ക് ആ കുടുക്ക് കൃത്യമായി ആനയുടെ കാലിൽ വീണിട്ടുണ്ട്. ക്ഷേത്രാങ്കണത്തിലുള്ള ആലിനോട് ചേർന്ന് കയറ് ബന്ധിച്ചിട്ടുണ്ട്. നേരത്തെ കെട്ടിയപ്പോൾ അത് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് ഊട്ടോളി മഹാദേവൻ ആ ക്ഷോഭം പ്രകടിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ആന താരതമ്യേന ശാന്തനായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അധികം വൈകാതെ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞേക്കും എന്ന് കരുതിയാണ് പാപ്പാന്മാർ ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറിലേറെയായി ഊട്ടോളി മഹാദേവൻ ഇടഞ്ഞു തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇടക്കൊച്ചിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവന്ന ആനയാണ്. നിരവധി കാറുകൾ ഊട്ടോളി മഹാദേവൻ നശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഊട്ടോളി മഹാദേവനെ കൊണ്ടുവന്ന ലോറി തന്നെ ആന നശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കൊമ്പനെ തളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ക്ഷേത്രാങ്കണത്തിൽ പരിഭ്രാന്തി പരത്തുന്ന തരത്തിലായിരുന്നു ഊട്ടോളി മഹാദേവന്റെ ഇടച്ചിൽ. ഇപ്പോഴും തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ശ്യാം, ആർക്കെങ്കിലും ഇത് ശ്രമകരമായ ഒരു ജോലിയാണല്ലോ, ആളുകളൊക്കെ പരിഭ്രാന്തരായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആർക്കെങ്കിലും പരിക്കുണ്ടോ? ഒന്നാം പാപ്പാനെ കാണുമ്പോഴാണോ ആനയ്ക്ക് കൂടുതൽ ദേഷ്യം വരുന്നത്? എന്താണ് വിവരം ശ്യാം? ഗോപീഷൻ വീണ്ടും ആ ആന ഇടഞ്ഞ് അത് മുന്നോട്ട് വരികയാണ്. അതിൻ്റെ കുടുക്കിട്ട ഭാഗത്ത് നിന്ന് നീങ്ങി അത് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ്. അബി അത് കൂടുതൽ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ഒന്നാം പാപ്പാനെ കാണുമ്പോൾ തന്നെയാണ് അത് കൂടുതൽ പ്രകോപിതനായിരുന്നത്. ഏതായാലും നിലവിൽ ആനയുടെ കാലുകളിൽ കുടുക്കിട്ട് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അത് അപ്രതീക്ഷിതമായിട്ടത് മുന്നോട്ട് വരികയും നേരത്തെ തകർത്ത ആ മതിലിൻ്റെ ഭാഗത്തേക്ക് ഓടിയെത്തുകയും ചെയ്തത്. വീണ്ടും അത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ആ പാപ്പാന്മാരെ നേരത്തെ പോലെ ആന പ്രകോപിതനായി അവരുടെ പുറകെ ഒന്നും ഓടുന്നില്ല. പക്ഷേ അത് അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ തിരിഞ്ഞ് ഈ ഭാഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിലവിൽ ആ മഹാദേവൻ എന്ന് പറയുന്ന ആന അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ 2 കാലുകളിൽ ഇപ്പോൾ കുടുക്കിടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഏതായാലും ആന ഇപ്പോൾ നിലവിൽ ശാന്തനാകുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം. അത് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ അതിൻ്റെ കാലിൽ കുടുക്കിട്ടപ്പോൾ അത് അവിടെ നിന്ന് വലിച്ചുകൊണ്ട് ഓടുകയും ആ കുടുക്ക് പൊട്ടിക്കുകയും ഒക്കെയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് അധിക ദൂരം ഓടാൻ ശ്രമിക്കുന്നില്ല. ആ കാലിൽ കുടുക്കിട്ട് അവിടെ തന്നെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ആ ആന ശാന്തനാകുന്നു, അതിനെ തളയ്ക്കാനുള്ള ശ്രമങ്ങളുമായി അത് സഹകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അതിനെ ശാന്തനായി അതിനെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ആന ഇപ്പോൾ ഓടി ആ തളയ്ക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഇപ്പോൾ ഇങ്ങോട്ട് നീങ്ങിയത്. ഏതായാലും മഹാദേവൻ എന്ന് പറയുന്ന ആനയെ തളയ്ക്കാനാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പക്ഷേ 2 മണിക്കൂറിനോട് അടുക്കുന്നു ആനയെ തളയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട്. ഒന്നാം പാപ്പാനെ കാണുമ്പോഴാണ് ആനയ്ക്ക് ഇടച്ചിൽ കൂടുതലുള്ളത്. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഊട്ടോളി മഹാദേവനെ. ആനയെ പ്രകോപിപ്പിച്ച സാഹചര്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും ഒന്നാം പാപ്പാനെ കാണുമ്പോൾ ആന കുറെ കൂടി ദേഷ്യത്തോടു കൂടി പെരുമാറുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ക്ഷേത്രാങ്കണത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ക്യാമറ പേഴ്സൺ അഭിജിത്ത്
സാഹസ്യമായി പകർത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആന ഇടയ്ക്കൊക്കെ ശാന്തത പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി ശാന്തനായി വഴങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു സന്ദർഭം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പാപ്പാന്മാർ നിരന്തരമായി അവരുടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആനയുടെ 2 കാലുകളിൽ കുടുക്കിട്ടിട്ടുണ്ട്. ആനയെ ഒരു വലിയ വടം ഉപയോഗിച്ച് ആ ക്ഷേത്രാങ്കണത്തിലുള്ള ആലിലേക്ക് കെട്ടി നിർത്തിയിട്ടുണ്ട്. നേരത്തെ ഈ കെട്ടെല്ലാം പൊട്ടിച്ച് ഊട്ടോളി മഹാദേവൻ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ ശാന്തനാകുന്നു. ഈ പാപ്പാന്മാർ ആനയുടെ അടുത്ത് ആനയെ മെരുക്കാൻ വേണ്ടിയുള്ള, തളയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒട്ടും പ്രവചിക്കാൻ കഴിയില്ല. ഊട്ടോളി മഹാദേവൻ പാപ്പാന്മാരെ വിരട്ടി ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂറിനോട് അടുക്കുന്നു ഊട്ടോളി മഹാദേവനെ തളയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട്. ഇപ്പോഴും അഭിജിത്തിന്റെ ക്യാമറയിലൂടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പരിഭ്രാന്തി പരത്തിക്കൊണ്ടായിരുന്നു ഊട്ടോളി മഹാദേവന്റെ പെരുമാറ്റം. ആളുകളെയൊക്കെ സുരക്ഷിതമായി മതിൽക്കെട്ട് അകത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ആനയെ പൂർണ്ണമായി തളയ്ക്കാൻ കഴിയാത്തതിന്റെ ആശങ്കയിൽ പാപ്പാന്മാർ ഇപ്പോഴും ആ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.